അഭിഷേകെ 2018 ഈ കേരള തമിഴ്നാട് അതിർത്തി പാലക്കാട് കൊല്ലങ്കോട് ഇടച്ചിറ പാടശേഖരത്തിൽ ഒരു സ്ത്രീയുടെ മൃതദേഹം കാണപ്പെടുന്നു. അപ്പോൾ സാധാരണഗതിയിൽ ഒരാൾ മരിച്ചാൽ അയാൾ ആരാണ് ആ മരണപ്പെട്ടത് എന്നുള്ളതാണ് ആദ്യം പോലീസ് അന്വേഷിക്കുന്നത്. ബോഡി തിരിച്ചറിയണം. പക്ഷെ ഇവിടെ ഈ മരണപ്പെട്ടത് ആരാണ് എന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ പ്രതിയെ പിടിക്കുന്നു. പ്രതിയെ പിടിച്ചതിന് ശേഷമാണ് പിന്നീട് ആരാണ് കൊല്ലപ്പെട്ടത് എന്ന് കണ്ടെത്തുന്നത്. ഒരു പൊതിച്ചോറാണ് ആ മരണം തെളിയിക്കാൻ കാരണമായത്. അപ്പോൾ ആ സംഭവമാണ് നമ്മളിന്ന് പറയുന്നത്. അതെ, മരണപ്പെട്ടതാരെന്ന് കുറേ അലഞ്ഞു, അതാരെന്ന് അന്വേഷിച്ച്. പക്ഷേ ഒരു കൃത്യമായ വ്യക്തമായ സൂചനയില്ല. തുടർന്നാണ് ആ ഒരു കൊലപാതകയിലേക്ക് പോകുന്നതും അയാളെ പിടികൂടിയതിനു ശേഷം മരണപ്പെട്ടതാരെന്ന് തിരിച്ചറിയുന്നതും. ഇത് 2018 നടന്ന ഒരു സംഭവമാണ്. കേരള തമിഴ്നാട് അതിർത്തിയിൽ പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് മുനിയാർ കോവിലിനടുത്ത് ഇടച്ചിറ പാടശേഖരത്തിലെ പനയേരിപ്പാടം എന്നാണ് ഈ ഒരു പ്രദേശത്തിന്റെ പേര്. ഈ പനയേരിപ്പാടത്ത് അജ്ഞാതരായ ഒരു സ്ത്രീയുടെ മൃതദേഹം ദുരൂഹമായ സാഹചര്യത്തിൽ കണ്ടെത്തുന്നു. ഈ പനയേരിപ്പാടം എന്ന് പറയുന്നത് ഒരു വിജനമായ പ്രദേശമാണ്. അങ്ങോട്ടേക്ക് സാധാരണഗതിയിൽ ആരും പോകാറില്ല. അങ്ങനെ അവിചാരിതമായിട്ട് അങ്ങോട്ടേക്ക് എത്തിയ ആളുകളാണ് ഇത്തരത്തിലൊരു സ്ത്രീ അവിടെ മരണപ്പെട്ട് കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. അങ്ങനെ അവർ പോലീസിനെ അറിയിക്കുന്നു. പോലീസ് തങ്ങൾക്ക് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൊല്ലങ്കോട്ടെ ഈ പ്രദേശത്തേക്ക് എത്തിയപ്പോൾ അവിടെ ഒരു ബലപ്രയോഗം നടന്ന ലക്ഷണമുണ്ട്. ഇത് കേസ് അന്വേഷിച്ചത് കൊല്ലങ്കോട് പോലീസാണ്. അവിടെ ഡിവൈഎസ്പി ഷാഹുൽ ഹമീദ്, CI സുനിൽകുമാർ ഇരുവരുടെയും നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഈ കേസ് അന്വേഷിച്ചത്. അങ്ങനെ ഈ സംഭവസ്ഥലം വിലയിരുത്തിയ പോലീസിന് അവിടെ നിന്ന് കുറച്ച് സാഹചര്യ തെളിവുകൾ, പ്രത്യേകിച്ച് പ്രതിയുടേതെന്നും സംശയിക്കാനുള്ള യാതൊന്നും അവിടെ നിന്ന് ലഭിക്കുന്നില്ല. ഈ ഒരു സ്ത്രീ മരണപ്പെട്ട് കിടക്കുന്നതിന്റെ സമീപത്ത് നിന്ന് ഒരു ബോട്ടിലാണ്, വെള്ളത്തിന്റെ ബോട്ടിൽ, പിന്നെ ഒരു തമിഴ്നാട്ടിൽ നിന്നെടുത്ത ബസ് ടിക്കറ്റുകൾ, പിന്നെ ഉള്ളത് ഒരു പൊതിച്ചോറിന്റെ അവശിഷ്ടങ്ങളാണ്, കഴിച്ചതിന്റെ ബാക്കിയാണ്. ഈ 3 സാധനം മാത്രമേ അവിടെ ഉള്ളൂ. ഇതുകൂടാതെ പോലീസിന്റെ ഒരു അന്വേഷണത്തിൽ അവിടെ ഒരു ബലപ്രയോഗം നടന്നൊരു ലക്ഷണമുണ്ട്. ഒന്നിലധികം പേർ ചേർന്ന് ആക്രമിച്ച് കൊലപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഈ സാധ്യതകളുടെ ഒരു അനുമാനത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങുന്നു. ഈ ആദ്യത്തെ വെല്ലുവിളി മരണപ്പെട്ടതാരെന്ന് കണ്ടെത്തുക എന്നുള്ളതായിരുന്നു. പ്രത്യേകിച്ച് ആ ഒരു പാലക്കാട് ജില്ലയിലെ സമീപ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഈ ഒരു സ്ത്രീ, ഏകദേശം 35 വയസ്സിനും 45 വയസ്സിനും മധ്യയുള്ള ഒരു സ്ത്രീയുടെ ശരീരമാണ് അവിടെ കണ്ടെത്തിയത്. ആ ഒരു സമാന ഏജ് ഗ്രൂപ്പിലുള്ള ഒരു സ്ത്രീയുടെ മിസ്സിംഗ് കേസ് സമീപത്തെ പോലീസ് സ്റ്റേഷനുകളിലൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പ്രത്യേകിച്ച് ചിറ്റൂർ ഏരിയ ആ ഒരു പ്രദേശമാണ്, അവിടെയൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. അപ്പോൾ പോലീസ് ഒന്നുറപ്പിച്ചു, ഇത് പ്രദേശവാസിയായ ഒരാളല്ല, നാട്ടുകാരിയല്ല. അത് ശരിവെക്കുന്ന മറ്റൊരു വാദം കൂടിയുണ്ട്. ഈ പ്രദേശത്ത് നിന്ന് ലഭിച്ച ഈ പൊതിച്ചോറിന്റെ അവശിഷ്ടം ഈ ഒരു പ്രദേശവാസിയായ അല്ലെങ്കിൽ സമീപ പ്രദേശത്ത് നിന്നുള്ള ആരെങ്കിലുമാണ് അങ്ങോട്ടേക്ക് വരുന്നതെങ്കിൽ ഒരിക്കലും ഒരു പൊതിച്ചോറ് കൊണ്ടുവരാനുള്ള സാധ്യതയില്ല. അതോടൊപ്പം തന്നെ ഈ തമിഴ്നാട് ബസ്സിൽ നിന്ന് ബസ് ടിക്കറ്റുകളും ഈ ഒരു സംശയത്തെ ബലപ്പെടുത്തി. സമീപ പ്രദേശങ്ങളിലെ പോലീസ് സ്റ്റേഷൻ ലിമിറ്റുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണം ആ സ്ത്രീക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം അവസാനിപ്പിക്കുകയും മറിച്ച് ഈ കൊലപാതകയിലേക്ക് ഉള്ള നേരിട്ടുള്ള അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. അതുപ്രകാരം നമ്മൾ പറഞ്ഞു, ഇത് പ്രതിയുടേതായ യാതൊന്നും അവിടെ അവശേഷിച്ചിരുന്നില്ല. ഒരുപക്ഷെ ഒരു സമർത്ഥനായ പ്രതിയായിരിക്കാം. അയാൾ തൻ്റെതായ ഒന്നും അവിടെ പോലീസ് അന്വേഷണത്തിൽ പോലും കിട്ടരുത് എന്ന് അയാൾക്ക് ബോധ്യമുണ്ടായിരുന്നു. അങ്ങനെ പോലീസ് അവിടെ നിന്ന് ലഭിക്കുന്ന സാഹചര്യ തെളിവുകൾ പല രീതിയിൽ പരിശോധിക്കാറുണ്ട്. പക്ഷേ എല്ലായിടത്തു നിന്നും ഓരോ ക്രൈം സീനിൽ നിന്ന് ലഭിക്കുന്ന തെളിവുകൾ വ്യത്യസ്തമായിരിക്കും. അതിൽ അവഗണിച്ചേക്കാവുന്നതുണ്ട്, നമുക്ക് എടുക്കാൻ പറ്റുന്ന തെളിവുകളുണ്ട്. അത്തരത്തിൽ അവഗണിക്കാൻ സാധിക്കുമായിരുന്നു ഒരുപക്ഷെ ഒരു മേലുദ്യോഗസ്ഥൻ എന്തുകൊണ്ടാണ് നിങ്ങൾ മഹസറിൽ ആ ഒരു പ്രദേശത്ത് നിന്ന് ലഭിച്ച ഒരു പൊതിയുടെ അവശിഷ്ടം രേഖപ്പെടുത്താത്തതെന്ന് ഒരിക്കലും ചോദിക്കില്ല. പക്ഷേ ആ അന്വേഷണ ഉദ്യോഗസ്ഥരായ ഈ ഷാഹുൽ ഹമീദ്, അദ്ദേഹം DYSP ആണ്. CI സുനിൽകുമാർ, അദ്ദേഹവും ഇപ്പോൾ DYSP റാങ്കിലാണ്. അപ്പോൾ ഇരുവരും ചേർന്ന് ആ പൊതിച്ചോറിന് പിന്നാലെയുള്ള അന്വേഷണം ആരംഭിച്ചു. അങ്ങനെ ഈ പൊതിച്ചോറിന്റെ എവിടുന്നാണ് ഈ പൊതിച്ചോറ് വാങ്ങിയെന്നുള്ള അന്വേഷണം പാലക്കാട് ജില്ലയിലെ പല പ്രദേശങ്ങളിലും നടന്നു. പ്രധാനമായിട്ടും ഈ തമിഴ്നാട്ടിലേക്ക് പോകുന്ന വഴി കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിച്ചത്. അങ്ങനെ കേരള തമിഴ്നാട് ബോർഡറാണ് ഗോവിന്ദാപുരം. പൊള്ളാച്ചി പാലക്കാട് റോഡിലെ ആ ഒരു പ്രദേശത്തെ സകല ഹോട്ടലുകളും കേന്ദ്രീകരിച്ച് കയറി ഇറങ്ങി പോലീസ് സംഘം പരിശോധന നടത്തി. അങ്ങനെ യാതൊന്നും ലഭിക്കുന്നില്ല. ഒടുവിൽ ഗോവിന്ദാപുരത്തെ അതിർത്തിയാണ്, ഗോവിന്ദാപുരത്തെ ഒരു ഹോട്ടലിൽ ഈ ഒരു പൊതിയുമായി ചെന്നപ്പോൾ പോലീസിന് അത് അവിടെ നിന്ന് വാങ്ങിയതാണെന്നുള്ള രീതിയിലുള്ള കുറച്ച് സ്ഥിരീകരണം ഉണ്ടായി. അവിടെ നിന്ന് ആളുകൾ പറഞ്ഞത് ഇവിടെ നിന്ന് വാങ്ങിയ പൊതിയാണ്. അങ്ങനെ പോലീസ് അവിടെ ഒരു പരിശോധന നടത്തുമ്പോഴും അതാരാണ് വാങ്ങിയതെന്ന്, ഒരു ഹോട്ടലിൽ ഒരിക്കലും ചെന്നാൽ
അറിയാൻ സാധിക്കില്ല എത്ര പേര് വന്നു പോകുന്നത്. അവിടെ നിന്ന് ഒരു ചോറ് പൊതി വാങ്ങിയതെന്ന് ആരെന്ന് ചോദിച്ച് പോലീസിനെ കടന്നു ചെന്നാലും അവർക്കൊന്നും പറയാനുണ്ടാവില്ല. പക്ഷേ ഈ ഹോട്ടലുകാർ മറ്റൊന്ന് പറഞ്ഞു. ഒരു ഓട്ടോയിൽ വന്നിറങ്ങിയ ഒരു യുവാവും ഒരു സ്ത്രീയുമാണ് ഈ പൊതിച്ചോറ് വാങ്ങിക്കൊണ്ട് പോയത്. ഈ ഗോവിന്ദാപുരത്ത് അങ്ങനെ അതിർത്തിയാണ്, പാലക്കാട് പൊള്ളാച്ചി റോഡാണ്. ആ ഒരു റോട്ടിൽ അങ്ങനെ അധികം ഹോട്ടലുകളുമില്ല, അധികം ഓട്ടോകളുമില്ല. അങ്ങനെ ഈ ഓട്ടോകൾ കേന്ദ്രീകരിച്ച്, ഓട്ടോ സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഹമീദ് എന്ന് പറയുന്ന ഒരു ഓട്ടോക്കാരനാണ് ഇവരിവിടെ കൊണ്ട് ചെന്നാക്കിയതെന്ന് തിരിച്ചറിയുന്നു. അങ്ങനെ ഈ ഹമീദിനെ കണ്ടെത്തി ചോദ്യം ചെയ്യുമ്പോൾ ഹമീദ് പറയുന്നു, ഞാനാണ് ഒരു 26 വയസ്സോളം പ്രായമുള്ള ഒരു പുരുഷനും 36 വയസ്സോടടുത്ത് പ്രായം തോന്നിക്കുന്ന ഒരു സ്ത്രീയും. ഇവർ തമിഴാണ് സംസാരിച്ചിരുന്നത്. അങ്ങനെ ഇവരെ കൊണ്ടുവന്ന് ഇവിടെ നിന്ന് പൊതിച്ചോറ് വാങ്ങി അവരെ ഞാൻ കൊല്ലങ്കോട് ഭാഗത്തേക്കാണ് കൊണ്ടുപോയത്. അവിടെ കൊണ്ടാക്കി. അതിനുശേഷം അവരുടെ വിവരങ്ങളൊന്നും ലഭ്യമല്ല. അങ്ങനെയാണ് ഓട്ടോക്കാരൻ പറഞ്ഞത്. ഈ ഓട്ടോക്കാരൻ മറ്റൊന്നുകൂടി പറഞ്ഞു. ഇയാൾ ഓട്ടം വിളിച്ചിരിക്കുന്നത്, അതായത് ഈ ചെറുപ്പക്കാരൻ ഇയാളുടെ ഓട്ടോയിൽ യാത്ര ചെയ്ത് പൊതിച്ചോറ് വാങ്ങി കൊല്ലങ്കോട് ഇറങ്ങിയ ഈ യാത്രക്കാരൻ ഇയാളെ ഫോണിൽ വിളിച്ചത് പ്രകാരമാണ് ഈ ഓട്ടോക്കാരൻ ഓട്ടോ എടുത്തിരിക്കുന്നത്. അങ്ങനെ ഇയാളുടെ മൊബൈൽ ഫോൺ നമ്പർ അങ്ങനെ അന്വേഷണ സംഘത്തിന് കിട്ടുന്നു. ഈ അന്വേഷണ സംഘം ഈ നമ്പർ ട്രേസ് ചെയ്ത് പരിശോധിക്കുമ്പോൾ ഇത് പാലക്കാട് സ്വദേശിയായ സുരേന്ദ്രൻ, സുധി എന്നറിയപ്പെടുന്ന ഒരു 26 വയസ്സുകാരനായ യുവാവിൻ്റേതാണെന്ന് തിരിച്ചറിയുന്നു. അങ്ങനെ സുധിയെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നു. അധികം വൈകാതെ ഈ സുധി പിടിയിലാവുന്നു. ഒരിക്കലും തന്നിലേക്ക് ഈ അന്വേഷണം എത്തില്ല എന്നൊരു അമിത ആത്മവിശ്വാസം അയാൾക്കുണ്ടായിരുന്നിരിക്കണം. അതുകൊണ്ട് തന്നെ ഇവരെ കൊലപ്പെടുത്തിയതിന് ശേഷം കുറച്ച് സംഭവങ്ങളുണ്ട്. അങ്ങനെ സുധിയെ പിടികൂടി ചോദ്യം ചെയ്യുമ്പോൾ വലിയ ഭേദ്യങ്ങളൊന്നുമില്ലാതെ ഇയാൾ കുറ്റം സമ്മതിക്കുന്നു. ആരാണ് കൊല്ലപ്പെട്ടതെന്ന് അപ്പോഴാണ്, കൊല്ലപ്പെട്ടതിന് ശേഷം കേസന്വേഷണം നടന്നു, പ്രതിയെ പിടികൂടി, എന്നിട്ടാണ് കൊല്ലപ്പെട്ടതാരെന്നുള്ള കാര്യം തിരിച്ചറിയുന്നത്. അങ്ങനെ ഇയാൾ കഥ പറയുന്നു. ഇത് തമിഴ്നാട്ടിലെ പൊള്ളാച്ചി സ്വദേശിനിയായ ഉത്തമി എന്ന സ്ത്രീയാണ്. ഈ സ്ത്രീ ഭർത്തൃമതിയായ ഒരു സ്ത്രീയാണ്. ഇവർക്ക് 2 മക്കളുണ്ട്. സമാധാനപരമായിട്ട് തമിഴ്നാട്ടിലെ പൊള്ളാച്ചിക്കടുത്ത് ഏതോ ഒരു ഗ്രാമത്തിൽ കഴിഞ്ഞിരുന്ന ഒരു സ്ത്രീയാണ്. ഇവരുമായിട്ട് ഇയാൾ സാമൂഹിക മാധ്യമം വഴി അടുപ്പം സ്ഥാപിച്ചു. അങ്ങനെ അടുപ്പം സ്ഥാപിച്ച് ഇവരിരുവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാറുണ്ടായിരുന്നു. അങ്ങനെ കാമുകൻ എന്ന് തന്നെ പറയണോ, രഹസ്യ കാമുകൻ, ഭർത്താവും കുട്ടികളും ഉള്ള ഒരു സ്ത്രീ മറ്റൊരാളെ തേടി പോകുമ്പോൾ അത് രഹസ്യ കാമുകനാണ്. സാധാരണ ഇപ്പോൾ ആൺ സുഹൃത്ത് എന്നൊക്കെയാണ് പറയാ. അത് സ്റ്റൈലാണ്. എന്നാലും രഹസ്യ കാമുകൻ എന്ന് തന്നെ നമുക്ക് പറയാം. ഈ രഹസ്യ കാമുകനെ തേടി പൊള്ളാച്ചിയിൽ നിന്ന് കൊല്ലങ്കോടേക്ക് എത്തിയതാണ് ഉത്തമി. ഇയാളോടൊപ്പം നമ്മൾ പറഞ്ഞ ഗോവിന്ദാപുരത്തെ ഹോട്ടലിലെത്തി ഭക്ഷണപ്പൊതി വാങ്ങി അവിടെ നിന്ന് ഇവരിരുവരും ചേർന്ന് കൊല്ലങ്കോട് ഇടച്ചിറയിലെ പനയേരിപ്പാടത്തേക്ക് പോകുന്നു. അവിടെ ആരും ശ്രദ്ധിക്കാത്തൊരു പ്രദേശമായതുകൊണ്ടായിരിക്കാം അവരിരുവരും അങ്ങനെ ഒരു പ്രദേശം തിരഞ്ഞെടുത്തത്. അങ്ങനെ പനയേരിപ്പാടത്തെത്തി ഇരുവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു. അതിനുശേഷം ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നു. പിന്നീട് ഈ ഉത്തമി ധരിച്ചിരുന്ന ഒരു 2 പവൻ്റെ മാലയുണ്ട്. ഈ മാലയിൽ ഇയാൾ അവിചാരിതമായി കടന്നു പിടിച്ചു. ഇത് ഉത്തമി ചെറുത്തു. പെട്ടെന്ന് താൻ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ തനിക്ക് ഏറ്റവും അധികം വിശ്വാസമുണ്ടെന്ന് താൻ ധരിക്കുന്ന ഒരാൾ തൻ്റെ ആഭരണത്തിൽ കടന്നു പിടിക്കുന്നു. അത് ഏതൊരു സ്ത്രീയാണെങ്കിലും ഒരു വിശ്വാസവഞ്ചനയോടെ കാണുള്ളൂ. അവർ അതിനെ പ്രതിരോധിച്ചു. എന്നാൽ ഈ പ്രതിരോധത്തെ ഈ സുധി എടുത്തത് മറിച്ചൊരു അക്രമത്തിലൂടെയാണ്. അയാൾ ഇവരെ മർദ്ദിക്കുന്നു. തുടർന്ന് ധരിച്ചിരുന്ന പാൻറ്റിൻ്റെ ബെൽറ്റൂരി ഇവരുടെ കഴുത്തിൽ കുരുക്കിട്ട് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയാണ്. അങ്ങനെ കൊല്ലപ്പെട്ടതിന് ശേഷം ഇയാൾ തൻ്റേതായ ഒന്നും ആ പ്രദേശത്തില്ലെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം അവിടെ നിന്ന് കടന്നു കളഞ്ഞ് ഉത്തമയുടെ 2 പവൻ്റെ മാല കൊണ്ടുപോയത് എവിടെയെങ്കിലും ധനകാര്യ സ്ഥാപനത്തിൽ പണയം വെച്ച് സ്വന്തം കാര്യം നേടി ആണെന്ന് വിചാരിച്ചുവെങ്കിൽ നമുക്ക് തെറ്റി. കാരണം ഇയാൾ നേരെ ഈ 2 പവൻ്റെ മാല കൊണ്ടുപോകുന്നത് ഇയാളുടെ മറ്റൊരു കാമുകിക്ക് സമ്മാനമായി നൽകാനാണ്. അത് ശരി. അങ്ങനെ കാമുകിക്ക് സമ്മാനമൊക്കെ കൊടുത്ത് വീണ്ടും അടുത്ത ഇരയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിനിടെയായിരിക്കാം ഒരുപക്ഷെ കേരള പോലീസിന്റെ അന്വേഷണ സംഘം ഇയാളെ പിടികൂടുന്നത്. എന്തായാലും ഒരു പൊതിച്ചോറിന് പിന്നാലെ പോയി കേരള പോലീസ് തെളിയിച്ച ഒരു കേസ്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, നിസ്സാരമായ കുറേ തെളിവുകൾ. നമ്മൾ ഇലഞ്ഞിപ്പൂക്കൾ തെളിയിച്ച കൊലപാതകം പറഞ്ഞിട്ടുണ്ട് കായംകുളത്ത്. അതുപോലെ തന്നെ ചത്ത പൂച്ചയുടെ മൃതദേഹത്തിന് പിന്നാലെ പോയി കൊലപാതകി പിടിച്ച കേസ്. അങ്ങനെ തേഞ്ഞു മാഞ്ഞു പോയേക്കാവുന്ന ഒരു ദുരൂഹ മരണം എന്ന ലേബലിൽ മാത്രം അവസാനിച്ചേക്കാവുന്ന ഒരു മരണം. ആ ഒരു മരണത്തെ ഈ കണ്ണൂർ സ്ക്വാഡ് എന്ന് പറഞ്ഞിട്ട് പണ്ട് സ്ക്വാഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ അവരുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അതിനകത്ത് പറഞ്ഞ ഒരു പ്രമാദമായ കേസ് തെളിയിച്ചത് ഒരു സിഗരറ്റിൻ്റെ കൂട്, ഒരു കവറ്, അതിൽ നിന്നാണ് അവർ ആ കേസ്
കേരള പോലീസിന്റെ അന്വേഷണ മികവിന് പകരം വെക്കാൻ മറ്റൊരു ഏജൻസി ഇല്ല. പക്ഷേ ഇല്ല ഇടയ്ക്ക് ഈ രാഷ്ട്രീയ അതെ അതെ സമ്മർദ്ദങ്ങളാണ് അവരെ പിന്നോട്ടടിക്കുന്നത്. പിന്നോട്ടടിക്കും. ഇല്ലെങ്കിൽ ഈ സ്കോട്ട്ലാൻഡ് യാർഡിനോട് കിടപിടിക്കുന്നു എന്നൊക്കെ പണ്ട് പറയുമായിരുന്നു. അതിനിപ്പോൾ കളിയാക്കലാണ്. കാരണം രാഷ്ട്രീയ ബാഹ്യ സമ്മർദ്ദങ്ങളില്ലാതെ കേരള പോലീസിന് പ്രവർത്തിക്കാൻ സാധിച്ചാൽ വളരെ മിടുക്കരായ ഒരു പറ്റം ഉദ്യോഗസ്ഥരാണ് കേരളത്തിന്റെ പോലീസ് സേനയിലുള്ളത്. അതും വളരെ കുറവാണ്. സേനയിലുള്ള അംഗബലത്തിലടക്കം കുറവുണ്ട് എന്ന രീതിയിൽ പലതവണയായി അവർക്ക് സമ്മർദ്ദം വളരെ വലുതാണ്. അപ്പോൾ കാര്യക്ഷമമായി അന്വേഷിച്ചാൽ ബാഹ്യ സമ്മർദ്ദങ്ങളൊന്നുമില്ലെങ്കിൽ ഏറ്റവും മിടുക്കോടെ കേസന്വേഷണം നടത്താമെന്ന് തെളിയിക്കുന്ന കേരള പോലീസിന്റെ കുറ്റാന്വേഷണ ചരിത്രത്തിലെ ഒരു പൊന്തൂവൽ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ കൊല്ലങ്കോട്ടെ അജ്ഞാത. ഇത് ആദ്യമായിട്ടാണ് ഇവർ തമ്മിൽ കാണുന്നത്. ആദ്യമായിട്ടല്ല, അവർ മുൻപ് നേരത്തെ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് കൊലപാതകയെ പിടിച്ചു, മരിച്ചതാരം തെളിയിച്ചു. അതാണ് കൊല്ലങ്കോട്ടെ അജ്ഞാത സ്ത്രീയുടെ കൊലപാതകം. പൊതിച്ചോറ് തെളിയിച്ച തെളിയിച്ച കൊലപാതകം. ശരി.